പറഞ്ഞു DNA ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് എല്ലാ ഓർഗാനിസിലും മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസിലും ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് DNA ആണ്. സോ എങ്ങനെയാണ് DNA ഇതുപോലൊരു ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യണത്? എങ്ങനെയാണ് DNA ഈ പെർട്ടിക്കുലർ ട്രെയ്റ്റുകളെ കൺട്രോൾ ചെയ്യണത്? എങ്ങനെയാണ് DNA പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കണേ? അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയാണ് DNA ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കണേ? അതറിയണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയേണ്ട കാര്യം എന്താണ് DNAയുടെയും RNAയുടെയും സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സോ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് RNA? സ്ട്രക്ചർ മാത്രമല്ല അതിൻ്റെ ഫങ്ഷനും എന്താണ്. സോ DNAയും RNAയുടെയും സ്ട്രക്ചറും ഫങ്ഷനും നമുക്കറിയണം. അതിനു മുമ്പായിട്ട് ഈ DNA RNA എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് ന്യൂക്ലിക് ആസിഡ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബയോ മാക്രോ മോളിക്യൂളാണ്. മൈക്രോ ആൻഡ് മാക്രോ. സോ ഒരു ബയോ മാക്രോ മോളിക്യൂൾ അല്ലെങ്കിൽ ബയോമോളിക്യൂൾ എന്ന് പറയാം. അതാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡ്. ഏതൊക്കെ ബയോമോളിക്യൂൾ വേറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ബയോമോളിക്യൂളുകളാണ്. അതുപോലൊരു ബയോമോളിക്യൂളാണ് ന്യൂക്ലിക് ആസിഡ്. ഈ ന്യൂക്ലിക് ആസിഡ് 2 ടൈപ്പ് ഉണ്ട്, DNA ആൻഡ് RNA. 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡുകളാണ് DNA ആൻഡ് RNA. ഈ ന്യൂക്ലിക് ആസിഡിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തതും ഐസൊലേറ്റ് ചെയ്തതും ഫ്രെഡറിച്ച് മിഷർ എന്ന് പറഞ്ഞ ഒരാളാണ്. സോ ആദ്യമായിട്ട് ന്യൂക്ലിക് ആസിഡിനെ ഡിസ്കവർ ചെയ്ത് ഐസൊലേറ്റ് ചെയ്തത് ഫ്രെഡറിച്ച് മിഷർ 1869 1869 ആദ്യമായിട്ട് ന്യൂക്ലിക് ആസിഡിനെ ഐസൊലേറ്റ് ചെയ്ത് ഡിസ്കവർ ചെയ്തത്. ഈ ന്യൂക്ലിക് ആസിഡിനെ പറയണത് എങ്ങനെയാണ് കണ്ടെത്തിയത്? ഫ്രെഡറിച്ച് മിഷർ ഒരു ആസിഡിക് സബ്സ്റ്റൻസ് എന്നാണ് കണ്ടെത്തിയത്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡിക് സബ്സ്റ്റൻസ് ആണ് ഇൻ ദ ന്യൂക്ലിയ ഓഫ് പസ് സെൽസ്. പസ് സെൽസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ആ പസ് സെൽസിൻ്റെ ആ ന്യൂക്ലിയയിൽ ഒരു ആസിഡിക് സബ്സ്റ്റൻസ് ഉണ്ട്. അതാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് ഫ്രെഡറിച്ച് മിഷർ കണ്ടെത്തിയത്. എന്നിട്ട് അദ്ദേഹം ഇട്ട പേര് ന്യൂക്ലിക് ആസിഡ് എന്നല്ല അദ്ദേഹം ഇട്ട പേര് ന്യൂക്ലിയിൻ. സോ പസ് സെൽസിൽ കാണപ്പെടുന്ന പസ് സെൽസിലെ ന്യൂക്ലിയയിൽ പസ് സെൽസിന് ഒരു സെല്ല്, ആ പസ് സെൽസിൽ പഴുപ്പുള്ള സെല്ലുകൾ, ആ സെല്ലുകളിൽ കാണുന്ന അതിൻ്റെ ന്യൂക്ലിയയിൽ ഒരു ആസിഡിക് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടെത്തി, ഡിസ്കവർ ചെയ്തു. എന്നിട്ട് ആ ആസിഡിക് സബ്സ്റ്റൻസിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഫ്രെഡറിച്ച് മിഷർ പേരിട്ടു, അതിന് ന്യൂക്ലിയിൻ എന്ന് പേരിട്ടു. എന്നിട്ട് ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ ടേം അതിന് പ്രപ്പോസ് ചെയ്ത് ഓൾട്ട്മാൻ ആണ്. അദ്ദേഹം 1889 ഈ പറഞ്ഞ ന്യൂക്ലിയിൻ എന്ന് ഫ്രെഡറിച്ച് മിഷർ ഐസൊലേറ്റ് ചെയ്ത ആ പസ് സെൽസിൽ നിന്ന് പസ് സെൽസിൻ്റെ ന്യൂക്ലിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത ആ ന്യൂക്ലിയിൻ എന്ന് പറഞ്ഞ ആ സബ്സ്റ്റൻസിൻ്റെ പേര് ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തത് ഓൾട്ട്മാൻ ആണ് ഇൻ 1889. കാരണം അതിനൊരു ആസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ടാണ് അതിന് ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു പേരിട്ടത്. അതുവരെ അത് ന്യൂക്ലിയിൻ എന്നാണ് നമ്മുടെ ഫ്രെഡറിച്ച് മിഷർ അതിന് പ്രപ്പോസ് ചെയ്ത പേര്. ഇനി നമ്മുടെ ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞത് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. എന്തിൻ്റെ? ന്യൂക്ലിയോഡ്. സോ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ടാണ്. സോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ സംഭവം ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ന്യൂക്ലിക് ആസിഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡുകൾ. അതായത് ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ന്യൂക്ലിക് ആസിഡായിട്ട് മാറുന്നത്. അപ്പോൾ ഒരുപാട് ന്യൂക്ലിയോടൈഡ് കൂടിച്ചേരുമ്പോൾ നമ്മളതിനെ പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. സോ പോളി ന്യൂക്ലിയോടൈഡാണ് നമ്മൾ പറയുന്ന ന്യൂക്ലിക് ആസിഡ്. ഒന്നിലധികം അല്ലെ ഒരുപാട് ന്യൂക്ലിയോടൈഡ് കൂടിച്ചേരുമ്പോൾ അത് പോളി ന്യൂക്ലിയോടൈഡായിട്ട് മാറും. സോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു പോളി ന്യൂക്ലിയോടൈഡാണ്. അപ്പം നമുക്കറിയാവുന്ന 2 ന്യൂക്ലിക് ആസിഡ് DNA ആൻഡ് RNA. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ പറയണം. സോ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് ആണ്, 2 ഡബിൾ സ്ട്രാൻഡഡ് ആണ് DNA. അതിൽ നമ്മൾ വിളിക്കുന്ന പേര് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു എന്താണ്? ഇതൊരു ന്യൂക്ലിക് ആസിഡാണ് DNA. അതിൽ എന്താണ്? ന്യൂക്ലിയോടൈഡുകൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ DNA എന്ന് പറയുന്നത് ഒരു പോളി ന്യൂക്ലിയോടൈഡാണ്. മോണോമർ എന്ന് പറയുന്നത് ഒരെണ്ണം. അങ്ങനെ ഒരു ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ മോണോമർ. കുറേ ന്യൂക്ലിയോടൈഡ് വരുമ്പോൾ നമ്മളതിനെ പോളി ന്യൂക്ലിയോടൈഡ്. സോ DNA എന്ന് പറയുന്നത് കുറേ ന്യൂക്ലിയോടൈഡ് ഉള്ളതുകൊണ്ട് പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. ഒരു ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന DNAയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
സോ ലെങ്ത് ഓഫ് ദ DNA എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോട്ടൈഡ് ഉണ്ട്. സോ ദേ 1 2 3 4 5 6 ഇങ്ങനെ എത്ര ന്യൂക്ലിയോട്ടൈഡ് ഉണ്ട്, ഇതൊക്കെ ന്യൂക്ലിയോട്ടൈഡുകളാണ്. ഇങ്ങനെ എത്ര ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടോ അതനുസരിച്ചിരിക്കും ആ DNA ലെങ്ത്ത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രെയിൻ എടുക്കുകയാണ്. ട്രെയിനിലെ ഓരോ കമ്പാർട്ട്മെൻറ്റുകളെയും നമുക്ക് വേണമെങ്കിൽ ഓരോ ന്യൂക്ലിയോട്ടൈഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. സോ എത്ര കമ്പാർട്ട്മെൻ്റ് ഉണ്ടോ അത്രയും ലെങ്ത്ത് ഉണ്ടായിരിക്കും ആ ട്രെയിനിൻ്റെ. കമ്പാർട്ട്മെൻറ്റിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ ലെങ്ത്ത് കുറയും. അതുപോലെ ന്യൂക്ലിയോട്ടൈഡിൻ്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയും ലെങ്ത് ഓഫ് ദ DNA ആയിരിക്കും. ന്യൂക്ലിയോട്ടൈഡിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ലെങ്ത് ഓഫ് ദ DNA കുറവായിരിക്കും. സോ ലെങ്ത് ഓഫ് ദ DNA ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ സംബന്ധിച്ചായിരിക്കും, എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോട്ടൈഡ് ഉണ്ട് ഉള്ളതിന്. ഇനി ഈ DNA കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ. ഈ ഒരു ഇതിലാണ് DNA RNA രണ്ടാമത്തെ വ്യത്യാസം. ഒരു വ്യത്യാസം, DNA കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗറാണ്. അതുപോലെ നമ്മൾ രണ്ടാമത്തെ വ്യത്യാസം ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇനി നമ്മൾ RNA എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA നമ്മൾ എന്താ പറഞ്ഞത്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അതിൻ്റെ ബേസ് പെയറുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി RNA ഉള്ളത് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് നമ്മൾ പറയുക. ഇത് നമ്മൾ എന്താ പറയുക, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഇത് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി RNAയും ഇതുപോലെ തന്നെ ഒരുപാട് ന്യൂക്ലിയോട്ടൈഡ് വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെയും പോളി ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയും. പോളി ന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ നമ്മൾ റൈബോ ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ വിളിക്കുക ഡിയോക്സി റൈബോ ന്യൂക്ലിയോട്ടൈഡ് എന്നാണ് വിളിക്കുക. ഡിയോക്സി റൈബോ ന്യൂക്ലിയോട്ടൈഡ്, ഇവിടെ റൈബോ ന്യൂക്ലിയോട്ടൈഡ്. ഇനി RNAയിൽ കാണുന്ന ഷുഗർ റൈബോസ് ഷുഗറാണ്. DNAയിൽ കാണുന്ന ഷുഗർ നോക്കി ഡിയോക്സി റൈബോസ് ഷുഗറാണ്. RNAയിൽ കാണുന്ന ഷുഗർ റൈബോസ് ഷുഗറാണ്. RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണ്, ഒരു സ്ട്രക്ചർ റിബൺ ലൈക്ക് സ്ട്രക്ചർ ഒന്നൊന്നിനെ റാപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, ഒരു റിബൺ ലൈക്ക് സ്ട്രക്ചർ മറ്റൊന്നിനെ റാപ്പ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചറാണ് DNA. ഇതാണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇതുപോലെ ഇനിയും കുറച്ച് ഡിഫറൻസുകളുണ്ട് DNAയുടെയും RNAയുടെയും സ്ട്രക്ചറിൽ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അടുത്തത് എന്താണ് ന്യൂക്ലിയോട്ടൈഡ്. ആ ന്യൂക്ലിയോട്ടൈഡിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്. ബിക്കോസ് DNA ആണെങ്കിലും RNA ആണെങ്കിലും മേഡപ്പ് ഓഫ് വാട്ട്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് DNA RNA ന്യൂക്ലിയോട്ടൈഡുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എന്താണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് നമുക്ക് നോക്കാം. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോട്ടൈഡ് കൂടി ചേരുമ്പോഴാണ് നമ്മൾ പറഞ്ഞ പോളി ന്യൂക്ലിയോട്ടൈഡായ DNAയും പോളി ന്യൂക്ലിയോട്ടൈഡായ RNA ഉണ്ടാകുന്നത്. ഇത് രണ്ടും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതിലാണ്, ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബയോ മാക്രോ മോളിക്യൂളാണ്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഒരു ന്യൂക്ലിയോട്ടൈഡ്. അങ്ങനെ ഒരു ന്യൂക്ലിയോട്ടൈഡ് മറ്റൊരു ന്യൂക്ലിയോട്ടൈഡ് അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പോളി ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ DNAയുടെ സ്ട്രക്ചർ പഠിക്കും. DNAയുടെ സ്ട്രക്ചർ പഠിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റുള്ളൂ.